ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കോംപ്ലിമെന്റ് എന്താ? കോംപ്ലിമെന്റ്സ് കൂടുതലും ഒരു ഷോ കഴിഞ്ഞാൽ എവറി ഡാൻസ് അല്ലെങ്കിൽ എവറി ആർട്ടിസ്റ്റ് വുഡ് ലവ് ഗെറ്റിംഗ്. മനസ്സിൽ തട്ടി നിൽക്കണ ഒരു ഒരു ഇതുണ്ടാവില്ലേ? ശോഭന അക്കാടെ ഡാൻസ് ചെയ്തു, അതൊരു ഏതൊരു ഡാൻസറിനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. അത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു എനിക്ക്. ഭയങ്കര ലക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സമയമായിരുന്നു. JT പാക്കിലായിരുന്നു പെർഫോമൻസ്. ചോയ്സിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അന്ന് ശോഭന മാമിന്റെ ട്രൂപ്പില് ഒരു കുട്ടി ഫെൽസിക്ക് സുഖമില്ലാതെയായി. അപ്പം അങ്ങനെ വന്നപ്പം ഒരു കുട്ടിയെ ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഐ തിങ്ക് JT പാക്കിന്റെ അവർക്ക് എന്നെ അറിയായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചർ തന്നെയാണ് വിളിച്ചത്, ഇപ്പം ഇങ്ങനെ ഒരു കുട്ടിയെ ആവശ്യമുണ്ടെന്നാണ്. ശോഭന മാമിന്റെ ഷോ JT പാക്കിൽ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങ് പോയി. അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ മാമിനെ മീറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞ് വൈകിട്ട് ഓൺ സ്റ്റേജ് ആണ്. അതിന്റെ ഒരു ടെൻഷനും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അത്രയും സമയം കൊണ്ട് പഠിച്ചു. ഇറ്റ് വാസ് എ വെരി സ്മോൾ പാർട്ട്. അപ്പം മാം ചെന്നു. എന്തായിരുന്നു ചെയ്തത്? അത് ഒരു പെർട്ടിക്കുലർ സീനില് ഏഞ്ചൽസിന്റെ ഒരു വരവുണ്ടായിരുന്നു. അതില് ഷീ നീഡഡ് ഒരു പെർട്ടിക്കുലർ ഏഞ്ചൽ. ആ ഒരു പെർട്ടിക്കുലർ ഏഞ്ചലായിരുന്നു ഞാൻ. മാലാഖയായിട്ട്. അപ്പൊ മാം വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ചെയ്യേണ്ട സ്റ്റെപ്സ് കാണിച്ചു തന്നു. ഇന്നതാണ് സ്പീക്കിംഗ് പാർട്സ്. ഓഫ് കോഴ്സ് ഇത്രയും കുറവ് സമയം കൊണ്ട് പറ്റില്ല, അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്കത് ലോട്ടറി അടിച്ച പോലെയായിരുന്നു. മാമിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ വാസ് അമേസിങ്. ആ ഒരു സീൻ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഷി വാസ് വെരി ഹാപ്പി. ആള് വന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് മാം എന്താ പറഞ്ഞതെന്ന് ശരിക്കും പറഞ്ഞാൽ തലയിൽ പോയിട്ടില്ല. ഐ വാസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മാമിനെ കാണാനും. പിന്നെ മാം പെർഫോം ചെയ്യുന്നത് ഓൺ സ്റ്റേജ് ഞാൻ അടുത്തുനിന്ന് കാണും. ഞാൻ പൊതുവെ ഒരു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വന്ന് കാണുക എന്നല്ലാതെ മാമിന്റെ കൂടെ നിന്ന് ആ എനർജിയും ആ വൈബും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാൾ ഇത്ര അടുത്ത് നിന്ന് പെർഫോം ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് അതായിരിക്കും അല്ലെ ഡാൻസർ ലൈഫിൽ. അതും പിന്നെ മേമയുടെ കൂടെ പെർഫോം ചെയ്തിരുന്നു.